നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മുഖ്യമായ ഉദ്ദേശം ഈ ഓഗസ്റ്റ് മാസം 1-ാം തീയതിയിലെ ദീപിക ദിനപത്രത്തിൽ വന്ന മുഖപ്രസംഗത്തിനെ ഒന്ന് പിന്തുണച്ചുകൊണ്ടാണ്. അവർ മുഖപ്രസംഗത്തിൽ മുഖ്യമായും പറഞ്ഞത് നല്ല സമറിയാക്കാരനെ പറ്റിയാണ്. നല്ല സമ്പ്രായനെ പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ ലൂക്കായുടെ സുവിശേഷം നമുക്കറിയാം. 10-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 37 വരെയുള്ള വചനങ്ങളിൽ നല്ല സമ്പ്രായനെ പറ്റി പറയുന്നുണ്ട്. ഈ സമ്പ്രായൻ അതൊരു ഉപമയാണത്. ആ ഉപമയിൽ ഒരിക്കലും ഈ ജെറുസലേം എന്ന പട്ടണങ്ങളുടെ എല്ലാ സമൃദ്ധിയുടെയും ഒരു പൂർണ്ണതയുടെ നിറവിൽ നിന്ന് ജെറിക്കോ എന്ന ഒരു ഗ്രാമത്തിലേക്ക് അല്ലെ ഒരു തകർന്നടിഞ്ഞ അതുമല്ലെങ്കിൽ ഒരു അഭിഷേകം കുറവുള്ള സ്ഥലത്തേക്ക് പോകുന്ന ഒരു യാത്രയുടെ കഥയാണ്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. പിള്ളേരെ, ഇതിൻ്റെ ഒരു മുഖ്യമായ ഒരു ലക്ഷ്യത്തിലേക്ക് ഈ പറയുന്ന അതിൻ്റെ മുഖ്യമായ ലക്ഷ്യത്തിലേക്ക് ഞാനത് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. പ്രവാസകന്റെ പുസ്തകം 3-ാം അധ്യായം 30-ാം വചനത്തിൽ പറയുന്നത് ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണെന്നാണ് ഇവിടെ വചനം പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധിയോട് ചേർന്ന് നിൽക്കുവാൻ, പരിശുദ്ധിയിൽ നിലനിൽക്കുവാൻ, നമ്മുടെ പാപത്തോട് വിട പറഞ്ഞ് ജീവിക്കാനൊക്കെയും ശരിക്കും ദാനധർമ്മം വളരെ അത്യാവശ്യമാണ്. നിലനിൽപ്പിന് വരം നൽകി സഹായിക്കാൻ ഇത് ഉതകുന്നുവെന്ന് ഇവിടെ തിരിച്ചറിയണം. പ്രധാനപ്പെട്ട ഒരു വചനം ഒന്ന് ചേർത്ത് വെച്ച് ധ്യാനിക്കാം. മത്തായി സുവിശേഷം 25-ാം അധ്യായം 40-45 വചനങ്ങളാണ്. മത്തായി സുവിശേഷം 25-ാം അധ്യായം 40-ാം വചനം പറയുന്നത്, എൻ്റെ എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഈ പാവപ്പെട്ടവൻ്റെ, ഇല്ലാത്തവൻ്റെ, ദരിദ്രൻ്റെ പക്ഷത്ത് നിൽക്കുന്നതാണ് ഈശോ, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഇച്ചിരി ക്ലാരിറ്റി ആ വചനത്തിന് മത്തായി സുവിശേഷം 25-45 പറഞ്ഞ സത്യമായി ഞങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയവരിൽ ഒരുവന് ചെയ്യാതിരുന്നപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഏറ്റവും എളിയവരെ നമ്മൾ എവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടോ, സഹായം അറിയിക്കുന്ന ഒരു പാവപ്പെട്ട നിലവിളിക്കുന്ന അഗതിയെ നമ്മുടെ സഹായം ആവശ്യമുള്ളൊരു വ്യക്തിയുടെ അടുത്തേക്ക് നമ്മുടെ കാര്യം അവിടം വരെ നീണ്ടില്ലെങ്കിൽ ഒരിക്കലും നമ്മളൊരു ദൈവപൈതലായി മാറുകയില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ദൈവ പൈതലായി മാറണമെങ്കിൽ നമ്മുടെ കരം അവിടേക്ക് സഹായം അർഹിക്കുന്ന വ്യക്തികളിലേക്ക് നീളണം. സഹിക്കുന്നവരെ സഹായിക്കുന്നത് വളരെ വലിയ അനുഗ്രഹമാണ്. ഏത് വിധത്തിലുള്ള സഹനം സഹിക്കുന്നവരെയും സഹായിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. ഇപ്പോൾ സാമ്പത്തികമായ വലിയ വിഷമം അനുഭവിക്കുന്ന വ്യക്തികളെ നമ്മൾ സഹായിക്കുന്നത് അത് നമ്മുടെ സാമ്പത്തിക മേഖല എന്ന് മാത്രമല്ല സമസ്ത മേഖലയിലും അത് അനുഗ്രഹമായിരിക്കും, അഭിഷേകമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കൊള്ളണം. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ 9-ഉം 10-ഉം വചനം ഞാനൊന്ന് വായിക്കാം. കർത്താവിനെ നിൻ്റെ സമ്പത്ത് കൊണ്ടും നിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെ ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിൻ്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയും, നിൻ്റെ ചക്കുകളിൽ വീഞ്ഞ് കവിയുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഈ ദരിദ്രരെ സഹായിക്കുന്ന, അർഹതയുള്ളവർക്ക് കൊടുക്കുന്ന നമ്മുടെ ഒരു സഹായം നിശ്ചയമായും ആവശ്യമുള്ളൊരു വ്യക്തിയെ സഹായിക്കുമ്പോൾ നമുക്ക് മറ്റ് എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായി നിലനിൽക്കുമെന്നാണ് ഇവിടെ വചനം പറയുന്നത്. വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 11-ഉം 12-ഉം വചനം. പ്രഭാഷകൻ്റെ പുസ്തകം 35, 11, 12. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം പാടരുത്, സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. നമുക്കൊരാൾക്കൊരു സഹായം ചെയ്തപ്പോൾ ഏതെങ്കിലും വിധ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ അതുമല്ലെങ്കിൽ നമ്മളുടെ മുഖം വാടിയാൽ എനിക്കിത് ഞാൻ പെട്ടുപോയതുകൊണ്ട് കൊടുത്തു എന്നുള്ള മനോഭാവത്തിൽ കൊടുത്താലും അനുഗ്രഹം ലഭിക്കുകയില്ലെന്നുള്ളതും ഉറപ്പാണ്. വീണ്ടും അതിന് 12-ാമത് വചനം, അത്യുന്നതൻ നൽകിയതുപോലെ അവിടത്തേക്ക് തിരിച്ചു കൊടുക്കുക, കഴിവിനൊത്ത ഉദാരമായി ദാനം ചെയ്യാൻ. അത്യുന്നതൻ നമുക്ക് നൽകിയത് ഉപാധിയില്ലാതെ നമുക്ക് നൽകുക, അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കണം എന്നാണ് ഇവിടെ വചനം പറയുന്നത്. അതൊരു ഉച്ചയോടെ വ്യക്തമാകാനൊരു ഉദാഹരണമുണ്ട്. ആൻ ഫ്രാങ്കിൻ്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധേയമാണ്. അവരന് സമ്പാദ്യം പങ്കുവെച്ചതിൻ്റെ പേരിൽ ആരും ഒരിക്കലും ഇന്നോളം ഒരു വിധത്തിലും പരാജയപ്പെട്ടില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മുടെ സഹായം ആവശ്യമുള്ള വ്യക്തിക്ക് സഹായം കൊടുക്കുന്നതിലൂടെ ഒരു വിധത്തിലും നമ്മൾ പരാജയപ്പെടുകയില്ല. എല്ലാ വിധത്തിലും ദൈവം നമ്മളെ ഉയർത്തുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം അധ്യായം 13-ാം വചനം, കർത്താവ്
പ്രതിഫലം നൽകും. അതുകൊണ്ട് അവിടുന്ന് 7 ഇരട്ടിയായി നമുക്ക് തിരിച്ചു തരുന്നതാണ്. നമ്മൾ ആർക്കെങ്കിലും സഹായം ചെയ്താൽ കർത്താവ് പ്രതിഫലം നൽകി 7 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു തരും. വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം 29-12 ദാനധർമ്മമായിരിക്കട്ടെ നിൻ്റെ യഥാർത്ഥ നിക്ഷേപം എല്ലാ തിന്മകളിൽ നിന്നും അതിനെ രക്ഷിക്കും. ദാനധർമ്മമായിരിക്കട്ടെ നിൻ്റെ യഥാർത്ഥ നിക്ഷേപം എല്ലാ തിന്മകളിൽ നിന്നും അത് നിന്നെ രക്ഷിക്കും. വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം 17-22 മനുഷ്യൻ്റെ ദാനധർമ്മത്തെ മോതിരത്തെ എന്ന പോലെയാണ് കർത്താവ് വിലമതിക്കുന്നത്. അവൻ്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെയും അവിടുന്ന് കരുതുന്നു. എന്ന് നമ്മൾ ചെയ്യുന്ന അത് ദൈവം അത്രയേറെ മോതിരത്തിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ വിസ്മയകരമായ കാരുണ്യത്തോടൊപ്പമാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അവിടുത്തെ കരുണ എപ്പോഴും നമ്മളെ പൊതിയുമെന്നാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം 7-32 പ്രഭാഷകൻ 7:32 ദരിദ്രൻ്റെ കൈ തുറന്ന് കൊടുക്കുക, അങ്ങനെ നീ അനുഗ്രഹപൂർണ്ണനാകട്ടെ. ദരിദ്രൻ്റെ കൈ തുറന്ന് കൊടുക്കും. അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് നമ്മൾ കൈ തുറന്ന് സന്മനസ്സോടെ കൊടുക്കുമ്പോൾ ഞാൻ അനുഗ്രഹപൂർണ്ണനാകുമെന്നാണ് വചനം പറയുന്നത്. പിന്നെ പ്രഭാഷകൻ്റെ പുസ്തകം 40-24 സഹോദരനും സഹായിക്കുന്നവരും വിഷമസന്ധികൾ ഒരുപക്ഷെ ഉപകരിച്ചേക്കാം, എന്നാൽ ദാനധർമ്മം ഇവയേക്കാൾ സുരക്ഷിതമായ ഒരു അഭയകേന്ദ്രമാണെന്നാണ്. വീണ്ടും മലാക്കി പ്രവചനം 3-10 ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ, എൻ്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗകവാടം തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കുകയില്ലേ എന്ന് പരീക്ഷിച്ച് നോക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. പരീക്ഷിച്ച് നോക്കുകയില്ലേ എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്ന അപൂർവങ്ങളിൽ വചനമാണ്. വീണ്ടും ഇതിൻ്റെ 11ാമത് വചനം കൂടെ വായിച്ചാൽ അതിൻ്റെ ഒരു പൂർണ്ണത്തിലേക്ക് വരുള്ളൂ. മലാക്കി പ്രവചനം 3-11 ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടുകിളികളെ ശാസിക്കും, അവ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല. നിങ്ങളുടെ വയലുകളിലെ മുന്തിരിച്ചെടികൾ ഫലസമൃദ്ധമാകും. ശക്കുകളിൽ മുന്തിരി കൊണ്ട് നിറയും, ശക്കുകളിൽ വീഞ്ഞുകൊണ്ട് നിറയും. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തികൾക്ക് നമ്മൾ പങ്കാളിയാകുമ്പോൾ നമ്മുടെ വെട്ടുകിളികളിൽ നമ്മുടെ വിളകൾ നശിപ്പിക്കുന്നത് നമുക്ക് എതിർഘടകമുണ്ടാകാൻ സാധ്യതയുള്ള, എതിരായി നമുക്ക് നിൽക്കാൻ സാധ്യതയുള്ള മേഖലകൾ, നമ്മുടെ സാമ്പത്തിക മേഖല തകരാൻ സാധ്യതയുള്ള മേഖലകൾ, നമ്മുടെ കൃഷിയിടങ്ങൾ പരാജയപ്പെടാൻ സാധ്യതയുള്ള മേഖലകളിലൊക്കെയും ദൈവം നമ്മെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതായിട്ടാണ് ഇവിടെ വചനം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അന്യർക്ക് ഒരു ഉപകാരം ചെയ്യുമ്പോൾ, ഒരു സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ അത് വിലമതിക്കുന്ന ഒരു സംഗതിയാണ്. ഞാൻ ഏറെക്കാലം വിൻസെൻ്റ് പോളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിൻസെൻ്റ് പോളിലൊക്കെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സമയത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഓഹരിയാണ് കൊടുക്കുന്നത്. സമയത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഓഹരി കൊടുക്കുന്നതൂടെ ഇതെല്ലാം ദൈവം വർദ്ധിപ്പിച്ചു തരികയാണ്. നമ്മളാദ്യം നമ്മുടെ കയ്യിൽ നിന്നൊരു തുക അത് നിക്ഷേപിച്ചിട്ട് നമ്മളത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ വേണ്ടി അതിന് ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. ഒരു നല്ല വാക്ക് വളരെ വിലപ്പെട്ടതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ നല്ല സമയങ്ങൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നതൊക്കെയും ദൈവ അനുഗ്രഹപ്രദമാണ്. അതുകൊണ്ട് ഈ വചനമൊക്കെ മാംസധരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുക. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ജീവിതം നയിക്കാൻ നമ്മൾ വയനാട്ടിലൊക്കെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് വേണ്ടി നമ്മുടെയും സഹായം എത്താനൊക്കെയുള്ള പരിശ്രമം പ്രാർത്ഥനയും ഉണ്ടാകട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.